ഇനി പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും അടിച്ചെന്നോ ഇടിച്ചെന്നോ വന്ന് കംപ്ലൈന്റ് വന്നാലുണ്ടല്ലോ, കൊന്നു കളഞ്ഞ് പോയി കളയും ഞങ്ങള്. എടോ, നിന്റെ മരുമകനോട് പറഞ്ഞേക്കേ, അല്ലെങ്കിൽ നിന്റെ മകള് താലി അയച്ചു വെക്കേണ്ടി വരും. എന്ത് പണ്ടാരടങ്ങാനാണോ നീ? വന്നാലെങ്കിലും അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്ന കരുതി പിന്നെ അടിയും വെട്ടും കുത്തുമായിട്ട് നടക്കുക അവൻ. ഇനി ആര് പറഞ്ഞാലും അവൻ കേൾക്കുക. നീയല്ലേ മോളെ ചോദിക്കേണ്ടത്, അതിന് അവകാശമുണ്ടല്ലോ. അവൻ വരുന്നുണ്ട്. എന്താ ശബ്ദം റോഡ് വരെ കേൾക്കാലോ? അതേടാ, നിന്റെ ശബ്ദം അങ്ങ് സ്റ്റേഷൻ വരെ കേക്കാം. നിങ്ങളുടെ വാ എപ്പോഴാ നിന്റെ അടങ്ങിയിരിക്കുന്നത്? കൈ എന്ന് കെട്ടി വെക്കൂ അന്ന് എന്റെ സംസാരം നിർത്തൂ. നിങ്ങളോട് മനുഷ്യന്മാർ സംസാരിക്കൂ, എന്റെ വായിരിക്കുന്ന കേൾക്കരുത്. മിണ്ടാരി. ചോദിക്കാൻ പറഞ്ഞില്ലേ, ചോദിക്കും മോളെ. ചന്തയിൽ എന്താ പ്രശ്നം? കേട്ടോ പാർവതി, ചന്തയിലും കവലയിലും ഒക്കെ ആയിട്ട് എനിക്ക് പ്രശ്നങ്ങൾ 1000-ലധികം കാണും. അതൊന്നും നീ വീട്ടിൽ ചോദിക്കാൻ പാടില്ല. അങ്ങനെ വെളിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വീടിനകത്ത് ചോദിച്ചാൽ പിന്നെ വീട്ടിൽ നടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ വെളിയിലെറിയും. അത് നിനക്കും നല്ലതല്ല, എനിക്കും നല്ലതല്ല. നിനക്കിഷ്ടമുള്ളതൊക്കെ ചോദിക്കേ, എൻ്റെ ജീവൻ പോയാലും ഞാൻ വാങ്ങിച്ചു തരില്ലേ. അതല്ലാതെ എനിക്കിഷ്ടപ്പെടാത്ത വിഷയങ്ങൾ നീയല്ല വേറെ ആര് ചോദിച്ചാലും ഉള്ള അന്തസ്സും പോകും, പിന്നെ അഭിമാനവും പോകും. ഇവനെ എങ്ങനെയൊന്ന് നേരെയാക്കുക. എടാ കൊമ്പാ, ലേലത്തിന് സമയമായില്ലേ? ദാ ഞാൻ വരിക. എടാ, കഴിച്ചിട്ട് പോമോനെ. എന്തോ എന്റെ കെട്ടിയോട് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടപ്പോ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. എടാ കൊമ്പാ, ഭാസ്കറിന്റെ മോൻ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ജയിച്ചാൽ ഈ നാട് കുട്ടിച്ചോറായി പോവില്ലേ? അങ്ങനെ ഒരു സാധനം കിട്ടാൻ വേണ്ടി അവൻ സന്തോഷിച്ചിരിക്കുക. സന്തോഷിക്കട്ടെ, പൊക്കണോ അവനെ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കണ്ടില്ലേ? സഭയിലെ ആൾക്കാർക്ക് നമസ്കാരം. ക്ഷമിക്കണം മരുമനെ, ഒരു പ്രധാനപ്പെട്ട ജോലി, അതാ ഇച്ചിരി താമസിച്ചേ. മുഖ്യമന്ത്രിയുടെ ജോലിയൊന്നും അല്ലല്ലോ ഇയാൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇരിക്കെ. ആ പറയൂ അച്ഛാ. എടാ, ലേലം തുടങ്ങിയോ? ആ തുടങ്ങാൻ പോവാണ്. അതെ, ഫോൺ ഓഫ് ചെയ്തേ. മോഹൻ ചേട്ടാ, എന്നാ തുടങ്ങിക്കോ. എനിക്ക് പറയാനുള്ളത്, സർക്കാരിന്റെ നേതൃത്വത്തിൽ ലേലം നടത്തുന്നത് കൊണ്ട് നമ്മൾ തമ്മിൽ പകയായി കുത്തും വെട്ടും വേണ്ട എന്നുള്ള ഒരേ ഒരു കാരണത്താൽ മാത്രമാണ് തെറ്റാണെന്നറിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഈ പഞ്ചായത്തിന്റെ അധികാരിയാകാനുള്ള ലേലത്തില് സർക്കാരിന് കരമടയ്ക്കുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം. ലേലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെടുക്കുന്നതായിരിക്കും തീരുമാനം. ഇതിൽ സമ്മതമുള്ളവർക്ക് ലേലത്തിൽ പങ്കെടുക്കാം. എന്നാൽ ലേലം വിളി നമുക്ക് തുടങ്ങാം. 1, 2, 5. എടാ, നീ എന്താണ് ഇവിടെ വന്ന് ലേലം വിളിക്കുന്നത്? ഇവിടെ ഉള്ളവര് ലേലം വിളിച്ചതിന് ശേഷം നീയൊക്കെ വിളിച്ചാ മതി. എടാ അരവിന്ദ, എനിക്ക് പകരം എന്റെ അളിയൻ വിളിക്കുന്നു. ഭാസ്കരോ, നിന്റെ കളിയൊക്കെ നിന്റെ വീട്ടിൽ വെച്ചേരെ. അതിരങ്കാവിലെ ഈ ഏമ്മമാരൊക്കെ വേറെ കരക്കാരാ. വായലെന്താ കോഴിക്കട്ടയിട്ടേക്കാണോ? നീ ആരാടാ ചോദിക്കാൻ? നിന്റെ വിരട്ടൊക്കെ നിന്റെ കരയെ വെച്ചേക്ക്, ഇവിടെ ചെലവാക്കണ്ട. എന്നാ വിളിച്ചോ. 5, 7, 10, 11, 12, 15, 18, 20, 22. 24, എന്നാ 25, 30. 30. ഭാസ്കരൻ ചേട്ടാ, ഇതുവരെ വിളിച്ച ലേലമൊക്കെ മതി. രണ്ടുപേരും ഇങ്ങനെ വിട്ടുകൊടുക്കാതെ വിളിച്ചോണ്ടിരുന്നാ അത് വലിയൊരു തുകയാകും. അത് ഈ കരയ്ക്ക് ശരിയാവില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ തരാൻ കാശുണ്ടെങ്കിലും അത് വാങ്ങി വെക്കാൻ ഈ കരയിൽ പെട്ടിയുമില്ല. അതുകൊണ്ടേ നിങ്ങൾ അവസാനം വിളിച്ചു നിർത്തിയ തുക 25 ഈ കരയ്ക്ക് മതിയാകും. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെഴുതി ഭഗവാന്റെ മുമ്പിലിടും. ആർക്കാണോ ആ കുറി വീഴുന്നത് അവരായിരിക്കും ഈ വർഷത്തെ കാശടക്കേണ്ടത്. എന്താ, രണ്ടുപേർക്കും സമ്മതമാണല്ലോ? കൊമ്പ, അവനോടൊക്കെ എന്തിനാ ചോദിക്കുന്നേ? നീ എടുത്ത തീരുമാനം നാട്ടുകാരുടെ തീരുമാനമാണ്. എഴുതി കുറിയിട്. അമ്മാവോ, പേരെഴുത്. ദാ ഇപ്പൊ എഴുതാം. ഓ, ഇത് നീളമുള്ള പേരാ. നീലകണ്ഠൻ. ആ, ഭാസ്കരൻ. മരുമനെ, കുറിയിട്ട് കഴിഞ്ഞു. അമ്മാവൻ എടുത്തേക്കട്ടെ. മിണ്ടാതിരിക്കെ. ഭാസ്കരൻ ചേട്ടാ, നിങ്ങൾക്ക് ഞങ്ങളെ എപ്പോഴും സംശയമല്ലേ? സ്വന്തം കൈകൊണ്ട് എടുത്തോ. ആർക്കാ വീണെന്ന് നോക്ക്.
എന്താ ചേട്ടാ? അല്ല, കുറി വീണത് ആർക്കാണ്? നീലകണ്ഠൻ. ഒന്ന് നിർത്ത്. ഇനി 1 മാസത്തിൽ നടക്കാൻ പോകുന്ന മത്സരത്തില് അതിരങ്കാവിലെ നേതാവ് നീലകണ്ഠൻ തന്നെയായിരിക്കും. എല്ലാവർക്കും ഒരു നന്ദി പറ. നന്ദിയുണ്ട്, എല്ലാവർക്കും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ജയ് ജയ്. ഇദ്ദേഹം തരുന്ന 25 ലക്ഷം രൂപയിൽ 20 ലക്ഷം രൂപ കൊണ്ട് ഈ കരയിൽ ഒരു കല്യാണ മണ്ഡപം ഉണ്ടാക്കും. മിച്ചമുള്ള 5 ലക്ഷം രൂപ കേസിന് ചെലവാക്കുന്നു. സന്തോഷമായില്ലേ ചേട്ടാ? കാശ് കൊടുക്ക്. ആയിക്കോട്ടെ. എടാ, ആ പെട്ടി എടുത്തോണ്ട് വാ. കൊമ്പനോ? അതാരാടാ? അന്ന് കോടതിയിൽ ജഡ്ജിനെ വഴിതടഞ്ഞില്ലേ അമ്മാവാ, അവൻ തന്നെ. അവനും നീയും തമ്മിൽ എന്താണ് പ്രശ്നം? നമ്മളൊക്കെ തെറ്റായ ജോലി അത്ര ചെയ്യുന്നത്, അതവന് ഇഷ്ടമല്ല അത്ര. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്ത്. ലേലം നടന്നല്ലോ അല്ലേ? ലേലം എങ്ങനെയാ വിളിച്ചത്? 25 ലക്ഷത്തിന് മേലെ പോയപ്പോ ലേലം നിർത്തിയിട്ട് ഇനി ഇതിന്റെ മേലെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതല്ല, ഞങ്ങൾക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് ലേലം വിളി അങ്ങ് നിർത്തുകയായിരുന്നു. നിങ്ങൾ എന്തിനാടാ സമ്മതിച്ചത്? നാടിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് അളിയന്റെ പേര് എഴുതാതെ അളിയന്റെ കൈ കൊണ്ടനെ അടുപ്പിച്ച് നാണം കെടുത്തി. ഇത് മാത്രമൊന്നുമല്ല അവൻ ഞങ്ങളോട് ചെയ്തത്. അന്ന് എന്നെ അനിയനെ അവൻ അടിച്ചായിരുന്നു, അറിയാവോ? അളിയൻ പറഞ്ഞിട്ട് അച്ഛനോട് പറയാഞ്ഞത്. മുറുക്കാൻ എടുക്കടാ. വണ്ടി എടുക്കടാ. എടാ, അവനുണ്ടോ നോക്ക. കൊമ്പ, എടാ കൊമ്പ, കൊമ്പൻ എവിടാടോ? ഇവിടെ ഇല്ല, ചന്തയിലെ വല്ലതും പോയി കാണുമായിരിക്കും. നിങ്ങളാരാ? എന്തോ? തന്റെ മരുമോന്റെ കാലനാ ഞാൻ. അച്ഛാ, അവൻ കവലയിലുണ്ട്. വണ്ടി അങ്ങോട്ട്. ഞാൻ വെട്ടി, ഇവൻ പുറത്ത്. ഇതാരാ? പതിവില്ലാതെ നമ്മുടെ നാട്ടിലേക്ക് ഒരു സന്ദർശനം. എവിടാ കൊമ്പൻ? അവനെ എന്തിനാ നീ അന്വേഷിക്കുന്നത്? എന്താ? മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി വന്നതാടാ. മാലയിടാനല്ലേ? മാലയിടാൻ അങ്ങോട്ട് വരാന്നേ. കാരണമേ, നിങ്ങളെ പോലുള്ളവരെ നിങ്ങളുടെ നാട്ടിൽ വന്ന് നേരിട്ട് കാണുന്നതാണ് കൊമ്പന്റെ രീതി. ആണോ? വരൂ അവൻ. കട്ടായം അവൻ വരും. അമ്മാവാ, കൊമ്പൻ. എടാ പിള്ളേരെ, കത്തി താഴെ ഇറക്കടാ. ഇങ്ങോട്ട് നോക്ക്. ഈ കത്തി കാണിക്കുന്നത്, ഒച്ചത്തി സംസാരിക്കുന്നത്, ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അല്ല, എന്നെ തിരക്കിന്തിനാ കരയിലേക്ക് വന്നത്? മാലയിടാനാ? അരയങ്കാവിലെ തെരഞ്ഞെടുപ്പിൽ എന്റെ മരുമോനെ ജയിപ്പിച്ച മാലയിട്ടല്ല, വിളക്ക് കൊളുത്തി ഞാൻ സ്വീകരിക്കും. ഇല്ലെങ്കിൽ ഇത് വളരെ നന്നായി പോയല്ലോ. ഞാൻ അടിച്ചാലും കേക്കില്ല, നിങ്ങൾ നിലവിളിച്ചാലും കേക്കില്ല. എന്താണ് പറഞ്ഞത്? നീ എന്തിനാണ് സംസാരിക്കുന്നത്? മേലാൽ തലയിരിക്കുമ്പം വാലാടാൻ പാടില്ല. ആടിയാലുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്ക്. നിന്നെ പോലെ നിന്റെ മരുമകനെ പോലുള്ളവർ എനിക്ക് കാണാനും ഇഷ്ടമല്ല, സംസാരിക്കാനും ഇഷ്ടമല്ല. അതിന് കാരണം നീ ചെയ്യുന്ന തൊഴിലും നിന്റെ പെരുമാറ്റവും. നിന്റെ വിളച്ചിൽ വേറെ എവിടെയെങ്കിലും പോയി കാണിക്കേ. എന്നോടും കാണിക്കരുത്, എന്റെ നാടിനോടും കാണിക്കരുത്. കാണിച്ചാലുണ്ടല്ലോ, ഇവനെ അടിച്ച് എനിക്ക് നിന്നെ അടിക്കാൻ ഒരുപാട് സമയം വേണ്ട. നിന്നെ അടിച്ച് എനിക്ക് അഭിമാനം വരില്ല, നിനക്കായിരിക്കും അഭിമാനം പോകുന്നേ. ഇനി എന്റെ നാട്ടിലേക്ക് എങ്ങാനും വന്നാ അച്ഛാ, ഈ മീൻ എങ്ങനെ തുണ്ടം തുണ്ടായെന്ന് കണ്ടില്ലേ? അതുപോലെ അവനെ കവലയിലിട്ട് വെട്ടി കൊല്ലും ഞാൻ.
എടോ മൂന്നാ ചുമന്നോ? ചാക്കായിട്ട് നന്നായിട്ട് ചുമന്നോ? നിന്റെ മരുമോൻ ഇതുപോലെ ചാക്കി കെട്ടാൻ പോകുന്നു. ചുമക്കാൻ എളുപ്പമായിരിക്കും. നല്ലോണം ചുമന്ന് ശീലിക്ക്. എന്താ ഭാസ്കര ഇത്? വയസ്സിന് മൂത്തവരോട് പോടാ അവിടുന്ന്. പോയില്ലെങ്കിൽ ഞാൻ കത്തിച്ചു കളയും. എന്തിനാണോ ഉരുട്ടുന്നത്? എന്തിനാണെന്ന്? ഇന്ന് കാലത്തോട് നിന്റെ മരുമോന് ഞാനൊരു സന്ദർഭം കൊടുത്തു. അത് വകവയ്ക്കാതെ എന്റെ അമ്മാവന്റെ വീട്ടിൽ കയറി അവരുടെ ആൾക്കാരെ അടിച്ചിട്ട് പോയി നിന്റെ മരുമോൻ. ഇനി അമ്മാവൻ വെറുതെ ഇരിക്കുന്നു കരുതണ്ട. ഈ ജില്ലയിൽ അടുത്ത് നടക്കാൻ പോകുന്ന കൊലപാതകം നിന്റെ മരുമോന്റേതായിരിക്കും. ഇനി നിനക്കും നിന്റെ കുടുംബത്തിനും അതിരങ്കാവിലെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലടാ. എഴുതി വെച്ചോടാ. നിന്നെയും വെട്ടും നിന്റെ കുടുംബത്തിനെയും വെട്ടും. എടാ നിന്നെയും കൊല്ലാതെ വിടില്ലടാ. എന്നെ തീർക്കണമെങ്കിൽ എന്റെ അടുത്തല്ലേ വരണ്ടേ? അതെന്തിനാ അമ്മായച്ചനോട് പറയുന്നേ? നീ എന്റെ അമ്മായച്ചനെ തീർക്കൂ? നിന്നെ നിന്റെ അമ്മായച്ചനെ ഉണ്ടല്ലോ കഴുത്തറുത്ത് കളയും ഞാൻ അടിച്ചു. കഴിക്കാ. എന്തോന്ന് കഴിക്കാനാ? നിന്റെ കെട്ടിയവൻ ഗ്രാമത്തിന് നല്ലത് ചെയ്യാനാണെന്നും പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കാര്യമാക്കാതെ അങ്ങ് വിട്ടു. ഇപ്പോ ആ ഉടുമ്പ് രാമനാഥന്റെ മരുമോനെ അടിച്ചേക്കുന്നത് അവര് റൗഡികളാ. പണത്തിന് വേണ്ടി എന്തും അവര് ചെയ്യും. സ്ഥാനത്തിന് വേണ്ടി വെറിയോട് നടക്കുക. ഇങ്ങനെയാ മുമ്പൊരു പദവിക്ക് വേണ്ടി നമ്മുടെ ചെമ്മനാട്ടുള്ള രവിയെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊന്നവന്മാര്. അവൻ തെറ്റുകളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവനാ. പക്ഷെ എന്റെ മരുമകൻ നല്ലത് മാത്രമേ ചെയ്യൂ. ഒരുത്തരും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോ എന്റെ മോടെ ജീവിതത്തെ അല്ലേ ബാധിക്കുന്നത്? ഞാനിത് ആരോട് പോയി പറയാനാ? എന്തെങ്കിലും പറഞ്ഞാൽ മുഖത്തടിച്ച് സംസാരിക്കും. അവൻ വന്നിട്ടുണ്ട്. ആഹാരം കൊടുക്കുമ്പോ ഒന്നും പറയാൻ പാടില്ല. കഴിക്കുന്ന സമയത്ത് രോഷം കൂടും. ആദ്യം ഇവന്റെ താടി മീശം പഠിപ്പിക്കണം. എന്താ പാർവതി? എന്താ കറി? വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. അയ്യോ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? എനിക്കെന്താ പ്രശ്നം? പ്രശ്നമല്ല നിങ്ങൾ കാരണം. എന്നെ കൊണ്ട് നിനക്കെന്താ പ്രശ്നം? ഇപ്പൊ ഒരുത്തന്നെ അടിച്ചിട്ട് വന്നില്ലേ, അത് പ്രശ്നമല്ലേ? ഞാൻ അടിച്ചെന്ന് നിന്നോടാരാ പറഞ്ഞത്? നിന്റെ അച്ഛനാണോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലത് എന്റെ അച്ഛനെതിരെ വലിച്ചഴിക്കരുത്. ഇത്രയും നാളും അങ്ങനല്ലേ സംസാരിച്ചേ? ഇപ്പൊ എന്താ പെട്ടെന്ന് നിനക്ക് ദേഷ്യം വന്നേ? ഇങ്ങോട്ട് നോക്ക് പാർവതി, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, വെളിയിൽ നടക്കുന്ന പ്രശ്നം വീട്ടിൽ വരുമ്പോൾ ചോദിക്കരുതെന്ന്. അതുപോലെ തന്നെ എന്നോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് നീ പറയാൻ പാടില്ല. എടാ, അവള് ചോദിക്കാതെ വേറെ ആര് ചോദിക്കാനാ? എന്തായാലും അവള് നിന്റെ ഭാര്യയല്ലേ? ഭാര്യയാണെങ്കിൽ വീട്ടിൽ അരിയില്ല പരിപ്പില്ല ഉഴുന്നില്ലെന്ന് വേണം എന്നോട് പറയാൻ. എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നോട് ചോദിക്കരുത്. ചോദിച്ചാ എന്ത് ചെയ്യും? വേറൊന്നുമില്ല, അടി കിട്ടും. എന്താ പറഞ്ഞേ? നിനക്ക് അടിക്കാൻ മാത്രമേ അറിയാവൂ, അതല്ലാതെ വേറൊന്നും അറിയില്ലേ? നീ പോയി ആരുടെയെങ്കിലും മെക്കിട്ട് കയറും. പോലീസുകാരൻ നിന്നെ തിരക്കി ഇങ്ങോട്ടാ വരുന്നത്. ഞാൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇല്ലാത്ത സമയത്ത് ഒരു പെണ്ണ് ഒറ്റയ്ക്കുള്ള സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാ സ്വന്തം തന്തയ്ക്ക് ദണ്ണം വരില്ലേ? ഇങ്ങ നോക്ക്, എന്റെ മോളെ നിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ച് പോകുന്നത്. ഇല്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ എന്താ ചെയ്യും നിങ്ങൾ? എന്നെ പ്രായമുള്ള ആളാണെന്ന് കരുതി ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങള് എന്ത് ചെയ്യുന്നേ? അങ്ങോട്ടോ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. എന്താ ചെയ്യുന്നേ നോക്കട്ടെ. ക്ഷമിക്കണ്ട, ചെയ്യ്. എടോ ചെയ്യോടോ, ഞാൻ കാണട്ടെ. എടി, നിന്റെ അച്ഛനോട് എന്നെ ചെയ്യാൻ പറയടി. ദേ ഇങ്ങോട്ട് നോക്ക്, എന്നെ സംബന്ധിച്ച് തെറ്റ് ചെയ്താലല്ല, തെറ്റാണെന്ന് അറിഞ്ഞാലേ അടിക്കും ഞാൻ. അത് നിങ്ങൾ ചോദിക്കരുത്. ആർക്കാടി ബഹുമാനം ഇല്ലാത്തത്? നിന്റെ അച്ഛൻ എന്താ വലിയ ബഹുമാനമുള്ള ആളാണ്? എന്താ പാർവതി ആണുങ്ങളോട് കൈനീട്ടി സംസാരിക്കുന്നത്? എന്റെ മോളെ നീ അടിക്കുമല്ലേ? എടാ നീ അങ്ങോട്ട് നോക്കണേ, നമ്മുടെ കൊമ്പൻ ചരിഞ്ഞത് കണ്ടില്ലേ? എന്താ മരുമോനെ ഇപ്പോഴാണോ വരുന്നത്? ആ അതെ അമ്മാവ.
പാർവതി, ഇന്നലെ 20 രൂപ പറഞ്ഞ തക്കാളി ഇന്ന് 30 രൂപയാണെന്ന്. മോളെ പാർവതി, എന്താ ഇത്? വന്നപ്പോ തന്നെ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു. അച്ഛനെ ഒരു പ്രാവശ്യം കൂടെ അടിക്കാൻ വേണ്ടിയാണോ? എന്താ അച്ഛാ ഈ പറയുന്ന? വന്നിരിക്കുന്ന ആൾ എന്റെ ഭർത്താവാണ്. വന്ന ആളോട് പുറത്തേക്ക് പോകാൻ പറയണോ? അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛനല്ലേ കല്യാണം കഴിച്ചു കൊടുത്തത്. കുത്തിനും പിടിച്ച് ചോദിക്കുക എന്തിനാ അടിച്ചെന്ന്. അല്ലാതെ എന്നോട് വന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കച്ചാ, അച്ഛൻ എനിക്ക് കണ്ണുപോലെയാ, അദ്ദേഹം എന്റെ കൈ പോലെ. എന്റെ മോള് സംസാരിക്കാൻ പഠിച്ചു. നീ എന്തിനാണ് ഇവിടെ വലിഞ്ഞേറി വന്നേ? ഞങ്ങളെ ഒരു 3 ദിവസം സമാധാനമായിട്ട് ജീവിക്കാൻ വിടില്ലേ? ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ടൊന്നും വന്നതല്ല, എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി അവളെ നീ എന്തിനാ തേടി വന്നേ? അവള് നിന്റെ കൂടെ വരില്ല. അത് നിങ്ങൾ പറയണ്ട, അവള് പറയട്ടെ. ദേ നോക്ക് പാർവതി, ഇനി ഒരു വഴക്കിനും പോയില്ലെന്ന് എനിക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. സാവകാശം കുറച്ചോളാം. ഇതെന്റെ അമ്മയാണ് സത്യം. ഭഗവാനെ, എന്നെ പിടിച്ചെന്തിനാണ് സത്യം വിടുന്നേ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം പറഞ്ഞതാ? അമ്മയോട് സത്യം ചെയ്തിട്ടുണ്ട്, അമ്മയെ കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പാർവതി, ഇനി ഞാൻ ഒരു ബഹളത്തിനും പോവില്ല. ഇനി എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നേക്കാം. ഇതിൽ കൂടുതൽ എന്താ പറയണ്ടെന്നറിയില്ല. എടി മോളെ, ഇവൻ പറയുന്നത് നീ കേക്കല്ലേ? ഇവൻ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും പെങ്ങളെ. നിന്റെ അഭിപ്രായം എന്താ മോളെ? അല്ലച്ചാ, ഇവിടെ കുറച്ചുനാൾ നിക്കാന്ന് പറയുന്നില്ലേ? ഒരു 10 ദിവസം ഇവിടെ നിക്കട്ടെ. തെറ്റാ മോളെ, അത് വലിയ തെറ്റാ. ഒരു മരുമോന്റെ വീട്ടില് അമ്മായിയപ്പന്റെ ജീവിതകാലം വരെ കഴിയാം. പക്ഷെ അമ്മായിയപ്പന്റെ വീട്ടിൽ മരുമോൻ ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല. അത് അവനും നാണക്കേടാണ്, നമുക്കും കുറച്ചില് തന്നെയാ മോളെ. മോള് പൊയ്ക്കോ. പോകാന്ന് പറഞ്ഞ ഞാനും കൂടെയുണ്ട്. ആ പറയുന്ന കണ്ടില്ലേ തെറ്റാണെന്ന്? ഇവന്റെ കയ്യിൽ നിന്ന് 2 കൂടി കിട്ടിയാലേ നിങ്ങൾ പഠിക്കൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എവിടെ മനസ്സിലാവാനാ? നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ദേ വന്നല്ല വനമാല എന്റെ സീമന്തപുത്രനെ അന്വേഷിച്ച്. ഇവന്മാരില്ലെങ്കി അവനില്ല, ഇവനില്ലെങ്കി അവന്മാരില്ല. ഒന്ന് പോടാ ഇവിടുന്ന്. എന്നെ എന്തിനാ അന്വേഷിച്ചു വന്നേ? എടാ, ആരാടാ ഇവിടെ മുകുന്ദൻ? ഞാനാ സാറേ. അല്ല, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. വാ. എന്ത് കംപ്ലൈന്റ് സാറേ? എടാ, അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല. സ്റ്റേഷനിൽ വന്ന് മനസ്സിലാക്കിയാൽ മതി. വാടോ.